Hello everyone, love and love only. 28 വർഷം തികയാണ് നിങ്ങൾ എന്നെയും സുധിയെയും നെഞ്ചിലേറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നീണ്ട കാലയളവിൽ നിങ്ങൾ തന്ന സ്നേഹത്തിന് നന്ദി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. 28 വർഷത്തോളം ചാക്കോച്ചൻ എന്ന എന്നെയും, അതിനപ്പുറം 79 വർഷത്തോളം ഉദയ പിക്ചേഴ്സ് എന്ന പ്രസ്ഥാനത്തെയും സ്നേഹിച്ച, സ്വീകരിച്ച പ്രേക്ഷകരോട് ഒരു വലിയ നന്ദി ആദ്യം തന്നെ പറയുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓഫീസർ റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുമ്പോൾ അത് 35 ദിവസം തികയുന്നൊരു ദിവസം കൂടെയാണ് ഇന്ന്. അങ്ങനെ ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു അവസരമാണിപ്പോൾ. തീർച്ചയായിട്ടും അതിന് ഒരു നന്ദി നേരിട്ട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പുതിയ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഉദയ പിക്ചേഴ്സ് എന്നുള്ളൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അതിലൊരു 3ാം തലമുറക്കാരനായിട്ട് സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അത് വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഇടക്കാലത്ത് സിനിമ, അല്ലെങ്കിൽ തുടക്കകാലത്ത് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചിരുന്ന ഒരു പയ്യൻ പിന്നീട് സിനിമയിലേക്ക് വരികയും ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ എപ്പോഴും ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ സിനിമയെ സ്നേഹിക്കുന്ന സ്നേഹമുള്ള പ്രേക്ഷകർ. അപ്പോൾ അവരോട് ആ ഒരു കടപ്പാടും ആ സ്നേഹവും തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകൾ ചെയ്യുകയും നല്ല കഥാപാത്രങ്ങളിലൂടെയും നല്ല സിനിമകളുടെ ഭാഗമാകുകയും കൂടെ ചെയ്യുന്നത് വഴിയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കുറേ പേരുടെ പ്രാർത്ഥനകളുടെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേര് വന്ന് അവരുടെ സ്നേഹം അറിയിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളിലൂടെ എനിക്കത് അവർ നന്ദി അറിയിക്കുക എന്നുള്ളത് എത്രത്തോളം അതൊരു 100% എന്താ പറയുക കറക്റ്റാവുമെന്ന് എനിക്കറിയില്ല. അതിന് പകരം ഈ പറയുന്ന പോലെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വഴി എന്നുള്ളത്. അപ്പോൾ അതിന് എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും അതിന് കാരണക്കാരാണ്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന പാച്ചിക്ക, എൻ്റെ ആ സിനിമയുടെ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ, എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള തെലുങ്കൻ ചേട്ടനാണെങ്കിലും വിദ്യാമ്മയാണെങ്കിലും ലളിത ചേച്ചിയാണെങ്കിലും ഹനീഫിക്ക, ജനാർദ്ദൻ ചേട്ടൻ, ശാലിനി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, അതിൻ്റെ ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും, തുടർന്ന് ഇന്നോളം 100-ൽ പരം സിനിമകൾ അഭിനയിക്കുകയും ചില സിനിമകളിൽ നിർമ്മിക്കുകയും നിർമ്മാണ പങ്കാളിയാവുകയും ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും സിനിമയിൽ നിലനിൽക്കുന്ന ഒരു സിനിമ ആസ്വാദകൻ, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ വളർത്തിയത് ഇവിടുത്തെ സിനിമാ പ്രേക്ഷകരും സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സിനിമ യാത്രയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള, ആ സ്നേഹം പങ്കുവച്ചിട്ടുള്ള, തന്നിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. നല്ല നല്ല സിനിമകൾ അത് ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയും. സൗണ്ട് കേൾക്കാമോ? ഹലോ, ചെക്ക് സൗണ്ട്. ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 28 വർഷം എന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വ്യവസായം മാത്രമല്ല, കലാരൂപം കൂടിയാണ്. അപ്പോൾ ആ രണ്ട് രീതിയിലും എൻ്റെ സിനിമകളെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സിനിമകളെ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി.
സൗണ്ട് ഓക്കെ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ സബി, താങ്ക് യു. കേൾക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ എന്താ പറയുക, ഒരു നന്ദി വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല നിങ്ങൾ തരുന്ന സ്നേഹത്തിനോടുള്ള എൻ്റെ കടപ്പാടെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും നല്ല സിനിമകളുടെ ഭാഗമാകുക വഴിയാണ്. ഇപ്പോൾ മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. നല്ല സിനിമകൾ പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ വന്ന് ആസ്വദിക്കാനായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ എമ്പുരാൻ പോലെയുള്ള വലിയ സിനിമകൾ റിലീസാവുകയാണ്. അപ്പോൾ അതിനുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അത്രയും വലിയൊരു സിനിമ മലയാള സിനിമയ്ക്ക് സിനിമ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കാഴ്ചയായിട്ട്, ഒരു വിസ്മയമായിട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് എമ്പുരാൻ ടീമിനോടുള്ള എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ ഈ യാത്രയിൽ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും, സഹപ്രവർത്തകരാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ കുടുംബാംഗങ്ങളാണെങ്കിലും, എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും വീഴ്ചയിലും തിരിച്ചുവരവിലുമെല്ലാം അവരുടെ പ്രാർത്ഥനകളും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ വീണിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുണ്ട്. അവരോടെല്ലാവരോടുമുള്ളൊരു നന്ദിയും ഇപ്പോൾ അറിയിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ തരുന്ന സ്നേഹത്തിന് മുന്നിൽ തലകുനിക്കുക എന്നുള്ളതല്ലാതെ, നിങ്ങൾ തരുന്ന സ്നേഹം നല്ല സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും തിരിച്ചു നൽകുക എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും അനിയത്തിപ്രാവിൻ്റെ, ഈ സുധിയുടെ, നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചൻ്റെ, ഉദയ കുടുംബത്തിൻ്റെ എല്ലാ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വീണ്ടും നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിൽ തുടരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരുപാട് നന്ദി. താങ്ക് യു. ലവ് യു ഓൾ. ലവ് ആൻഡ് ലവ് ഓൺലി.